നമ്മുടെ സ്ക്രീനിലും, അതായത് നമ്മുടെ മൊബൈലിലും ഇവർ കാണുന്ന എന്തൊക്കെയാണെന്നുള്ളത് പേരൻസ് വളരെ നന്നായിട്ട് ഫിൽട്ടർ ചെയ്യുകയും അതുപോലെ പേരൻസ് നന്നായിട്ട് അതിനൊരു ട്രാക്ക് കീപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഒരു കൂട്ടം കേസസും അങ്ങനെയാണ്. ചില 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടികളുടെയൊക്കെ ഫേസ് കാണുമ്പോൾ തന്നെ അവരൊക്കെ ശരിക്കും പ്ലസൻ്റ് ആയിട്ട് ഇരിക്കേണ്ടേ അല്ലേ? അവർക്ക് ഇങ്ങനെ ആദ്യത്തെ കൺസൾട്ടേഷനൊക്കെ വരുമ്പം മുഖമൊക്കെ ഇങ്ങനെ ഇതാ വെച്ചിട്ട്, അപ്പം ഞാൻ ചോദിക്കും ഇതെന്താണ് എന്നുവെച്ചാൽ ഇങ്ങനെ. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ അസസ് ചെയ്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തൊക്കെ വരുമ്പോഴാണ് ഇവർ സ്ക്രീൻ അഡിക്ഷൻ, ഗെയിം അഡിക്ഷൻ, വളരെ അഗ്രസീവായിട്ടുള്ള ഗെയിംസ് 3-4 വയസ്സിൽ ബിക്കോസ് ഓഫ് ദി സ്ക്രീൻ ടൈം ദേ വിൽ ബി ഹാവിങ് മോർ ദാൻ ലൈക്ക് 12 hours ഇൻ എ ഡേ സ്ക്രീൻ. ശരിയാ, വീട്ടിലാണല്ലോ. അങ്ങനെ വന്നിട്ട് ഈ കുട്ടികൾ ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഇടി, തൊഴി, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനത്തെ ഹിറ്റിങ്, അങ്ങനത്തെയൊക്കെ ഒരു കൂടുതൽ സ്ക്രീൻ കണ്ടിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാണ്. ഞാൻ ഓർത്തു ഈ കുട്ടികളൊക്കെ എങ്ങനെയാണ് ഈ കുട്ടികളുടെ ആക്ഷനൊക്കെ ഇങ്ങനെ ആവണത്? കുട്ടികളെന്ന് പറഞ്ഞാൽ ചിരിച്ച് അല്ലെങ്കിൽ കരഞ്ഞ് അങ്ങനെയൊക്കെയല്ലേ? ഇത് മുഖമൊക്കെ വീർപ്പിച്ച് ഗുണ്ടയൊക്കെ വരുന്ന പോലെയാണ് നമ്മുടെ ക്ലിനിക്കിലേക്കൊക്കെ വരുന്നത്. അത് പേരൻസിനെയൊക്കെ ആ ഒരു കൺസൾട്ടേഷൻ ടൈമിൽ തന്നെ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ കടിക്കുകയും മാന്തും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അവർക്ക് ഇരിക്കാൻ പറ്റില്ല, അവർക്ക് ഫോൺ വേണം. അത് വളരെ കൂടുതലാണ് ഇപ്പോൾ. ഫോൺ അഡിക്ഷൻ വളരെ കൂടുതലാണ് കുട്ടികളിൽ. അവർ അഗ്രസീവ് ആവുകയാണ്.